പോയി. ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു കേക്ക് വാങ്ങി മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് തുറക്കാൻ പറ്റണില്ല, അതിൻ്റെ സ്റ്റിക്കർ നല്ലോണം അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് തുറക്കാൻ വേണ്ടി ഉത്സാഹത്തിൽ നിൽക്കുന്നത് എൻ്റെ ഇളയ മോളാണ്. അവൾക്ക് കേക്ക് കണ്ടപ്പോൾ തൊട്ടേ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് മെഴുകുതിരി വയ്ക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ അത് പറയണില്ല. അപ്പം ഇതിങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കണേക്ക് അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ മുമ്പൊക്കെ നിങ്ങൾ പായസം വെച്ചൊക്കെ കൊടുക്കുമായിരുന്നു. ഇത്തവണ ഞാൻ പായസമൊന്നും വെച്ചില്ല, കേക്ക് വാങ്ങി മുറിക്കാമെന്ന് വെച്ചു. ഇതിന് മുമ്പ് എപ്പോഴോ കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായി കാണും അല്ലേ, 75ാമത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാണ് ഇത്തവണ കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 70ാമത്തെ ബർത്ത്ഡേ നമ്മൾ സാധാരണ ആഘോഷിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാ ബന്ധുക്കളെല്ലാം വിളിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ മരിച്ചത്. അതുകൊണ്ട് അപ്പം നമുക്കത് ആഘോഷിക്കാൻ പറ്റിയില്ല. അതിന് നമ്മളങ്ങ് പിന്നെ അടുത്ത വർഷം ആഘോഷിച്ചില്ല, ഒന്നും ചെയ്തില്ല. അപ്പം ഇപ്പം 75 അല്ലേ, അപ്പോൾ ഒരു സ്പെഷ്യൽ നമ്പറല്ലേ, അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങി മുറിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം അച്ഛന് നല്ല സന്തോഷമാണെന്ന്, അച്ഛന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണെന്ന് അച്ഛൻ്റെ കാണുമ്പോഴേ മനസ്സിലാവും. അപ്പം നമുക്ക് കേക്ക് മുറിക്കലിലേക്ക് കിടക്കാം. വെട്ടമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ ഈ കേക്ക് കണ്ടതിൻ്റെ ആക്രാന്തം കാരണം മെഴുകുതിരി അണയ്ക്കാതെയാണ് അച്ഛനെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചത്. കേക്ക് മുറിച്ചു കഴിഞ്ഞുകൊണ്ട് കഴിക്കണമല്ലോ, അപ്പം മെഴുകുതിരി അണയ്ക്കാൻ മറന്നുപോയി. അങ്ങനെ കേക്ക് മുറിച്ചു, എല്ലാവരും വായിൽ വെച്ച് കൊടുത്തു. അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, അയ്യോ മെഴുകുതിരി അണച്ചില്ലല്ലോ എന്ന്. മെഴുകുതിരി അണച്ചിട്ട് ഒന്നുകൂടെ കേക്ക് മുറിക്കാന്ന് പറഞ്ഞിട്ട് മെഴുകുതിരി അണച്ച് കേക്ക് മുറിക്കാൻ പോവേണേ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, child. കേക്ക് വാങ്ങിക്കാൻ കടയിൽ കയറിയപ്പോൾ അവിടെ അമുലിൻ്റെ ചോക്ലേറ്റ് ഐസ്ക്രീം ഇരിക്കുന്നു. ഇത് ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ, അടിപൊളിയാണ് കേട്ടോ. നല്ല ലാഭമുള്ളതുകൊണ്ട് ഒന്ന് വാങ്ങിയായിരുന്നു. അങ്ങനെ കേക്ക് മുറിച്ചു, അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു. ബായ്, എല്ലാവരും ലൈക്ക് ചെയ്യണേ.